ഹായ് ഫ്രണ്ട്സ്, ആർഫോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുതിയ വാർ എസ്കലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊന്നും വരാത്തതിനാൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു സീസ് ഫയർ അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്കിനി കൺഫേം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലയിൽ അപ്പോൾ അതിൽ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഇപ്പോൾ US ആയാലും ശരി, ഇറാൻ ആയാലും ശരി, ഇസ്രായേൽ ആയാലും ശരി, ഇവർ മൂന്ന് പേരും അവരുടെ രാജ്യത്ത് നമ്മൾ വിജയിച്ചു എന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളും അവരുടെ നാട്ടുകാരെ നമ്മൾ വിജയിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓവർ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പേർക്കും വിജയം അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം US ഇറാൻ്റെ ന്യൂക്ലിയർ കാപ്പബിലിറ്റിയെ ചെറിയ തോതിലെങ്കിലും പരിക്കേൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതേപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ശക്തമായി ആക്രമിച്ചുകൊണ്ട് അവരെ കൂടുതൽ അവരുടെ സൈനിക ശക്തിയെ വീക്കാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ വൻ ശക്തിയുമായി ഫൈറ്റ് ചെയ്തുകൊണ്ട് അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നും അവർക്കും വിജയം അവകാശപ്പെടാം. ഇപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ മൂന്ന് പേരും വിജയം അവകാശപ്പെടാനുള്ള ഒരു സ്കോപ്പ് ഈ യുദ്ധത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, അത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് US ഇറാനിൽ നടത്തിയിട്ടുള്ള ആ ഒരു ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം അത് വലിയ തോതിൽ വിജയിച്ചിട്ടില്ല എന്നാണ് ഇനീഷ്യലായിട്ടുള്ള അസസ്മെൻറ്റ്. പ്രത്യേകിച്ച് ഈ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി, പെൻറ്റഗൺ ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസി നടത്തിയ അസസ്മെൻറ്റിൽ ആ ഒരു ഇൻ്റലിജൻസ് ഇവാലുവേഷൻ അതിൽ പറയുന്നത് ഇറാന് ഈ ഒരു അവരുടെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി ഒരു മാസങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് BBC, CNN അതുപോലെ CBS പോലെയുള്ള ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇപ്പോഴും പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായി നടന്നിട്ടുള്ള ഈ ഒരു വെടിനിർത്തൽ അത് എത്ര കാലം തുടരും എന്ന് നമുക്കിപ്പോൾ പറയാനില്ല. എങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നോബൽ പീസ് പ്രൈസിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഹിസ്റ്റോറിക്കലായിട്ടുള്ള റോള്, പ്രത്യേകിച്ച് ഈ ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ മുൻനിർത്തിയാണ് ഈ ഒരു നോബൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയെങ്കിലും ഈ ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശ വെച്ച് പുലർത്താം. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണത അതിൻ്റെ ശക്തമായ പ്രതിരോധമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇറാൻ ഇസ്രായേൽ വാർ ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കൽ പോലും 24,500 താഴെ നമ്മളെ മാർക്കറ്റ് ക്രാഷ് ചെയ്തിട്ടില്ല എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇന്ത്യ പാക് ടെൻഷൻ ഉണ്ടായ സമയത്തും വലിയ തോതിൽ നമ്മളെ മാർക്കറ്റ് ക്രാഷ് ആയിട്ടില്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിന്നും ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ വാർ അതുമായിട്ട് നമ്മുടെ മാർക്കറ്റ് താതാത്മ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. അത് വലിയ തോതിലുള്ള ഒരു പാനിക്ക് ജനങ്ങളിൽ ഉണ്ടാക്കുന്നില്ല എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തേണ്ട ഒരു പ്രധാന ഘടകം FIIസിൻ്റെ ബൈങ് ആണ്. ആ FIIs ഇത്തരം സിറ്റുവേഷനിൽ ബൈ ചെയ്യുകയും സിറ്റുവേഷൻ കാമായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നോർമലായി കഴിഞ്ഞാൽ അവർ വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇന്നലെ വാർ എല്ലാം അവസാനിച്ച സമയത്താണ് അവർ വലിയ തോതിൽ വിൽപ്പന നടത്തിയത്. അപ്പോൾ അവർ വിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും ഓവർ വാല്യൂഡ് ആയിട്ടാണ് FIIs കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കണ്ടിന്യൂസ് ബൈ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നത്. എന്നാൽ അവിടെ മറ്റൊരു പ്രവണത ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബൈയിങ് ആണ്. ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാല്യുവേഷൻ്റെ ഭാഗമായിട്ട് അവർ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിലും ഈ DIIസിൻ്റെ ആ ഒരു വാങ്ങൽ കാരണമാണ് മാർക്കറ്റ് ഈ രീതിയിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് വഴി മാർക്കറ്റിലേക്ക് ഒഴുക്കുന്ന ഫണ്ടാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നാം കാണുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ നല്ല മൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നല്ല ബൈങ് നടന്നിട്ടുള്ളത് പ്രധാനമായിട്ടും സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകളിലാണെന്ന് കാണാൻ കഴിയും. കാരണം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും മൈക്രോ ക്യാപ്പ് ഇൻഡെക്സുകളും 1% മുകളിലുള്ള ഒരു അപ്സൈഡ് പോയതായിട്ട് കാണാം. ഇന്ന് മാർക്കറ്റിൽ 68% സ്റ്റോക്കുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ നമ്മൾ കാണുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം മാർക്കറ്റിൻ്റെ ആ ഒരു മൂഡ് ഇൻഡെക്സ് അത് ഗ്രീഡ് സോണിലേക്ക് മാറിയതായിട്ട് കാണാം. മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് സൂചിപ്പിക്കുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിന് ശേഷമാണ് ഇപ്പോൾ ഗ്രീഡ് സോണിലേക്ക് വന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റി സൂചിപ്പിക്കുന്ന വളറ്റിലിറ്റി ഇൻഡെക്സ് അഥവാ ഇന്ത്യ വിക്സ് അത് നമ്മൾ കാണുന്നത് ഇപ്പോൾ 12.97 എന്ന ലെവലാണ്. അപ്പോൾ ഇന്ന് തന്നെ ഏകദേശം 5% ഒരു ഫോളാണ് അതിലുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ആവറേജ് 2 വർഷത്തെ നമ്മൾ ഇന്ത്യ വിക്സിൻ്റെ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് 14.2 കാണാം.
അപ്പോൾ അതിൽ താഴെ നമ്മുടെ വിക്സ് വന്നു എന്നുള്ളത് നമ്മുടെ വളറ്റിലിറ്റി എത്രമാത്രം നിയന്ത്രണ വിധേയമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ NSE F&O സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വന്ന ഒരു വാർത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം NSEയിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെയാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പീരിയോഡിക്കലായിട്ട് റിവ്യൂ നടക്കാറുണ്ട്. നമുക്കറിയാം പല സ്റ്റോക്കുകളും ഈ F&O സെഗ്മെൻറ്റിലുണ്ട്. NSEയുടെ ഈ ഒരു F&O സെഗ്മെൻറ്റിൽ ഒരു സ്റ്റോക്ക് വരിക എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്കിനെ സംബന്ധിച്ചത് അത് വലിയൊരു പ്രിവിലേജാണ്. കാരണം എല്ലാ സ്റ്റോക്കുകൾക്കും F&O സെഗ്മെൻറ്റിലേക്ക് കയറാൻ കഴിയില്ല. ഒന്നാമതായിട്ട് അതിന് നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വേണം. അറ്റ്ലീസ്റ്റ് അത് നിഫ്റ്റി ടോപ്പ് 500 ലിസ്റ്റഡ് കമ്പനികളിൽ ഉൾപ്പെട്ടതായിരിക്കണം. കൂടാതെ അതിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ അതിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ്, അതുപോലെ ലിസ്റ്റിംഗ് നോംസുമായിട്ട് എത്രമാത്രം അത് കൃത്യമായിട്ട് ആ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. അതേപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ്, അത് ഏതെങ്കിലും പ്രത്യേക ചില എൻറ്റിറ്റികൾ മാത്രമാണോ അതിൽ ട്രേഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു സ്റ്റോക്കിനെ F&O സെഗ്മെൻറ്റിലേക്ക് എടുക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ ആക്റ്റീവ് ട്രേഡിങ്, അതിൻ്റെ വോളിയം, അതുപോലെ ഡെയിലി ടേൺ ഓവർ, അതുപോലെ അതിൻ്റെ വളറ്റിലിറ്റി വലിയ തോതിൽ വളറ്റൈലാകാതെ നോർമൽ വളറ്റിലിറ്റി മാത്രമേ ഉണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഒരു സ്റ്റോക്ക് F&O സെഗ്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നും ഒരു സ്റ്റോക്ക് പുറത്തു പോകുക എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്കിന് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിൽ എവിടെയൊക്കെയോ ചില വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും F&O സെഗ്മെൻറ്റിൽ നിന്ന് പുറത്തു പോകുക. അത്തരത്തിൽ നമ്മൾ കാണുന്ന 8 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിലാണ്. ഒന്ന് അദാനി ടോട്ടൽ ഗ്യാസ് ഈ F&O സെഗ്മെൻറ്റിൽ നിന്ന് പുറത്തു പോവുകയാണ്. അതുപോലെ CESC, ഗ്രാന്യൂൾസ് ഇന്ത്യ, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ്, അതുപോലെ ജിൻഡാൽ സ്റ്റെയിൻലെസ്, പൂനാവാല ഫിൻകോപ്പ്, അതുപോലെ SJVN പോലെയുള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ F&O സെഗ്മെൻറ്റിൽ നിന്നും എക്സിറ്റ് ആവുന്ന സ്റ്റോക്കുകളായിട്ട് NSEയുടെ സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു എക്സിറ്റ് എഫക്റ്റീവ് ആകുന്നത് ഓഗസ്റ്റ് 29-ാം തീയതിക്ക് ശേഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾ പൊസിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുക, പല സ്റ്റോക്കുകളും അപ് ട്രെൻഡിലേക്ക് വന്നതായിട്ട് കാണുമെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ ചാർട്ടിൽ, പ്രത്യേകിച്ച് ഡെയിലി ഫ്രെയിം ചാർട്ടിൽ 200 മൂവിങ് ആവറേജിന് മുകളിൽ വരുമ്പോൾ പൊതുവേ നമ്മൾ ആ സ്റ്റോക്ക് അപ് ട്രെൻഡ് ആയിട്ടാണ് കണക്കാക്കുക. ഇപ്പോൾ ഇത്ര നാളും 200 മൂവിങ് ആവറേജ് താഴെ നിൽക്കുകയും ഇപ്പോൾ ആ 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് മുകളിലേക്കും വരികയും ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ സൂചിപ്പിക്കുന്നു എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുക സുസ്ലോൺ എനർജിയാണ്. അത് 200 അതിൻ്റെ DMA എന്ന് പറയുന്നത് 62 ഇപ്പോൾ അതിൻ്റെ ട്രേഡ് പ്രൈസ് 64 കാണാൻ കഴിയും. അതേപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതിൻ്റെ 200 മൂവിങ് ആവറേജ് നമ്മൾ കാണുന്നത് 140 ഇന്നത് ട്രേഡ് ചെയ്യുന്നത് 142 അതേപോലെ അംബുജ സിമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 548 അതിൻ്റെ 200 മൂവിങ് ആവറേജ്. പക്ഷേ ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 559 അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, അതിൻ്റെ 200 മൂവിങ് ആവറേജ് 235 കാണാം. ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 239 എന്ന പ്രൈസ് റേഞ്ചിലാണ്. മറ്റൊന്ന് LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. അതിൻ്റെ 200 മൂവിങ് ആവറേജ് 598 കാണാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 610 അതുപോലെ സൈഡസ് ലൈഫ് സയൻസസ് എന്ന് പറയുന്ന സ്റ്റോക്കിന് 959 അതിൻ്റെ DMA. അതിൻ്റെ 200 മൂവിങ് ആവറേജ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 973 എന്ന ലെവലിലാണ്. മറ്റൊന്ന് GMR എയർപോർട്ടാണ്. ഇതിൻ്റെ 200 മൂവിങ് ആവറേജ് 81 ഇപ്പോൾ അത് 83 കടന്നായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ സൂചിപ്പിച്ച സ്റ്റോക്കുകളൊക്കെ നിഫ്റ്റി 500 വരുന്ന അല്ലെങ്കിൽ നിഫ്റ്റി 200 വരുന്ന സ്റ്റോക്കുകളാണ്. എന്നാൽ നമുക്ക് ധാരാളം സ്റ്റോക്കുകൾ ഇതേപോലെ 200 മൂവിങ് ആവറേജിന് മുകളിൽ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അപ് ട്രെൻഡിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു സ്റ്റോക്ക് 200 മൂവിങ് ആവറേജിന് മുകളിൽ വരുന്നത് എപ്പോഴും ഒരു ബൈയിങ് സിഗ്നൽ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. ലാഗിങ് എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്കിൽ സ്ട്രെങ്ത് കാണിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മൂവിങ് ആവറേജ് ആ ഒരു സൂചന നൽകുന്നത്. അപ്പോൾ ആ ഒരു ഡിലേ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഡൗൺ സൈഡിലേക്ക് പോകുമ്പോഴും ഈ ഡിലേ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വാറൊക്കെ വരുമ്പോൾ താഴെ പോകുന്നത് നമ്മൾ ഒരു സിഗ്നലായിട്ട് കാണുന്നത് അത് ഓൾറെഡി അത് ദുർബലമായതിന് ശേഷമായിരിക്കും. കൂടാതെ ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അതൊരിക്കലും സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് പരിഗണിക്കാതെയാണ്, ആ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്നൊന്നും നമുക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നമ്മൾ വേറെ തന്നെ നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ റേഷ്യോ, ഏർണിങ്സ് ഗ്രോത്ത്, അതുപോലെ അതിൻ്റെ കടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതുകൂടാതെ തന്നെ ഈ 200 മൂവിങ് ആവറേജിനെ മറ്റ് ഇൻഡിക്കേറ്ററായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരമാകുക. പ്രത്യേകിച്ച് RSI, അതുപോലെ വോളിയം ട്രെൻഡ്സ്, അതുപോലെ ഷോർട്ട് ടേം മൂവിങ് ആവറേജ്, ഇതൊക്കെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതൊരു സിഗ്നൽ നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ തന്നെ മറ്റു മാക്രോ എക്കണോമിക്
കണ്ടീഷൻസും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺസ്, അതുപോലെ സെക്ടറിലുണ്ടാകുന്ന സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, അതുപോലെ എക്കണോമിക് സൈക്കിൾസ്, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് 200 മൂവിങ് ആവറേജ് എന്നുള്ളത് ഒരിക്കലും ഉടൻ തന്നെ ഒരു ബൈ ചെയ്യാനുള്ള ഒരു സിഗ്നൽ അല്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റിൽ ഈ 200 മൂവിങ് ആവറേജ് എല്ലാ സ്റ്റോക്കുകളും അപ് ട്രെൻഡിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ബിയർ മാർക്കറ്റിൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വോളിയം കുറഞ്ഞ സ്റ്റോക്കുകൾ, അത്തരം സ്റ്റോക്കുകളെ വലിയ തോതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഓപ്പറേറ്റർമാർക്ക് കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോൾസ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടൊക്കെ തരാൻ പലപ്പോഴും കഴിയുകയും ചെയ്യും. അപ്പോൾ അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.